സന്തോഷമായിട്ടിരിക്കണം, ചിരിച്ചുകൊണ്ട് നിൽക്കണം എന്ന പാഠമാണ് ജോണി എന്ന കർഷകനിൽ നിന്ന് ഞാൻ പഠിച്ചത്. I met a beautiful young woman who ran her own homestay, also facing difficulties because after the landslide, less tourists were coming. I saw the way she was with her mother, more worried about how she is going to pay the staff working for her than how she is going to manage the next day. അത് മാത്രമല്ല, ഞാൻ അവിടെ ഒരു മനോഹരമായ ഹോം സ്റ്റേ നടത്തുന്ന ഒരു ചെറുപ്പക്കാരിയെ കണ്ടു. ആ ചെറുപ്പക്കാരിയായ സ്ത്രീ അവരുടെ അമ്മയുടെ കൂടെ ആണ് ആ ഹോം സ്റ്റേ നടത്തുന്നത്. ആ സ്ത്രീ വിഷമിച്ചത് കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ ശേഷം അധികം ആളുകൾ അതിഥികളായിട്ട് വരുന്നില്ല. എങ്ങനെയാണ് ഹോം സ്റ്റേ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുപരി അവർ ജോലിക്ക് വെച്ചിരുന്ന ആളുകൾക്ക് എങ്ങനെ ശമ്പളം കൊടുക്കും എന്നതിനെ കുറിച്ചായിരുന്നു ആ സ്ത്രീയുടെ ചിന്ത. And when I met that lady, she had with her mother, who was an older lady, and another lady who was working with her for the last 10-15 years. ഞാൻ ആ സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ കൂടെ പ്രായമായ ഒരാളുണ്ടായിരുന്നു. അത് ആ സ്ത്രീയുടെ അമ്മയായിരുന്നു. അത് മാത്രമല്ല, കുറച്ചും കൂടി പ്രായമായ മറ്റൊരു സ്ത്രീ, 10-15 വർഷമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. And as a stranger, a person who met her for the first time, I noticed how she treated both with equal respect. അതില്ല, ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്ന ഒരു അപരിചിതയായ ഒരാളാണ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് എന്താ, ഈ പെൺകുട്ടി, ഈ സ്ത്രീ, ഈ രണ്ട് അമ്മമാരെയും, ഈ പ്രായമായ രണ്ട് സ്ത്രീകളെയും ഒരുപോലെയുള്ള ബഹുമാനത്തോടു കൂടിയാണ് അവരോട് പെരുമാറുന്നതെന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. And before the campaign, when I had come here to visit the victims of the landslide, I met a young boy called Muhammad Hani. അതില്ല, ഈ പ്രചരണത്തിന് മുമ്പ് ഞാൻ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ദുരന്തബാധിതരായ ആളുകളെ കാണാൻ വന്നപ്പോൾ മുഹമ്മദ് ഹാനി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനായ ആൺകുട്ടിയെ ഞാൻ കണ്ടു. Who lost every single member of his family except his grandmother. തന്റെ മുത്തശ്ശി ഒഴിച്ചുള്ള എല്ലാവരെയും ആ പയ്യന് ആ മണ്ണിടിച്ചിൽ അന്നത്തെ ദുരന്തത്തെ നഷ്ടപ്പെട്ടു പോയി. When I met this boy, he was brave, but he was also broken. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് തകർന്നു പോയിരിക്കുകയായിരുന്നു. For 6 hours during the landslide with the flooding waters, he had held on to his mother trying to save her life. ആ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ 6 മണിക്കൂറാണ് ആ കുട്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. And after that he had seen his mother being drowned, being washed away by the waters. അതിനുശേഷം വെള്ളത്തിൽ സ്വന്തം അമ്മ ഒഴുകി പോകുന്നത്, മുങ്ങി പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു ആ കുട്ടി. But when I came back for the election campaign and I was sending him a message asking him what are his hobbies, because I thought after the election I'll send him something. അതിനുശേഷം ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഹാനിയുടെ വിനോദമൊക്കെ എന്താ. അത് കാരണം ഞാൻ എന്തെങ്കിലും ഒരു സമ്മാനം ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിച്ചത്. This young boy who had lost everything just 4 months ago sent me a message back saying, my hobby is helping those who are suffering. ഈ ചെറുപ്പക്കാരനായ ആൺകുട്ടി 4 മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആൺകുട്ടി എനിക്ക് എന്താ മെസ്സേജാണ് തിരിച്ചയച്ചതെന്നറിയാവോ? എൻ്റെ വിനോദമെന്ന് പറയുന്നത് ആളുകളെ സഹായിക്കലാണ്. അതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. Not only is he brave, but he has a heart of gold. He is compassionate. അദ്ദേഹം, ആ കുട്ടി എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു കുട്ടി മാത്രമല്ല, അതിന് സ്വർണം കൊണ്ടുള്ള ഒരു ഹൃദയമുള്ള കുട്ടിയാണ്, അനുകമ്പയുള്ള കുട്ടിയാണ്. So this young boy, he is your son. That young lady who runs a homestay, she is your daughter. The farmer who is still smiling, although he is in great difficulty, he is your brother. ഈ പറയുന്ന ചെറുപ്പക്കാരനായ ആൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ മകനാണ്. ആ ഹോം സ്റ്റേ നടത്തുന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും ചിരിക്കുന്ന ആ കർഷകൻ നിങ്ങളുടെ സഹോദരനാണ്. And to me, these beautiful people with simple hearts but a clear understanding of human beings, of life, and of what is right and what is wrong, they are the people of India. They are you who represent all that is beautiful, all that is strong, all that is courageous, all that is united about this beautiful country that we all call ours. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലളിതമായ മനുഷ്യർ, ലളിതമായ ഹൃദയമുള്ള പക്ഷെ ധൈര്യമുള്ള സ്നേഹമുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ഈ മനുഷ്യരെന്ന് പറയുന്നത് ഈ